ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉൾപ്പെട്ട സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ ഗവൺമെന്റ് സ്പെഷ്യൽ പ്ലീഡറാക്കി നിയമിച്ചതിൽ ന്യായീകരണവുമായി ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. നിയമനം നടത്തിയത് മുഖ്യമന്ത്രിയാണെന്നും അതിൽ താൻ ഇടപെടില്ലെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. പ്രതിയുടെ ദൗർബല്യം അറിയുന്ന ഒരാൾ അഭിഭാഷകനായി വരുന്നത് നല്ലതല്ലേ എന്നുകൂടി മന്ത്രി ചോദിക്കുകയാണ്. അല്ല, ഞാൻ പറയാം, ഒരു കാരണവശാലും പ്രതികളാരും രക്ഷപ്പെടില്ല, അക്കാര്യത്തിൽ ഉറപ്പ് നൽകാം. പക്ഷേ പ്രതിക്ക് വേണ്ടി വാദിച്ചയാളല്ലേ ഇപ്പൊ സർക്കാരിന് വേണ്ടി വാദിക്കാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതിയുടെ ദൗർബല്യങ്ങൾ അറിയാവുന്ന ഒരു വക്കീലാണല്ലോ, നല്ല കാര്യം. മാറ്റില്ല. അല്ല, അത് ക്യാബിനറ്റിലെടുത്തൊരു തീരുമാനത്തിന് ഒരു മന്ത്രി ഒരിക്കലും തള്ളില്ല. സഭയുടെ കൂട്ടുത്തരവാദിത്തമാണ്. ഞാൻ ഈ കാര്യത്തിൽ പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം മുഖ്യമന്ത്രിക്ക് വിട്ടുകൊടുത്തിരുന്നു നേരത്തെ തന്നെ. അജ്മൽ ദുറാറ വാർത്തയോട് ഓർമ്മിച്ചിരുന്നു. അജ്മൽ, അത്ഭുതകരമാണ് എന്ന് പറഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിലെ അന്വേഷിക്കുന്ന വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ണിയാണ് ഈ സ്മാർട്ട് ക്രിയേഷൻ. കൊള്ളയിൽ പങ്കാളി എന്നല്ല ഞാൻ പറയുന്നത്, ആ അന്വേഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് സ്മാർട്ട് ക്രിയേഷൻ. സ്മാർട്ട് ക്രിയേഷൻസിന് വേണ്ടി ആദ്യം ശബ്ദമുയർത്തുന്നു പറഞ്ഞാൽ അതിൻ്റെ ഉടമസ്ഥരൊക്കെ പുറത്തേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിലെ അഭിഭാഷകൻ എന്ന മട്ടിൽ ആദ്യം സംസാരിച്ച ആൾ, പ്രതിഭാഗത്തിന് വേണ്ടി സംസാരിച്ച ആളാണ് ഈ അഭിഭാഷകൻ. അയാൾ ഗവൺമെന്റ് ലീഡറായി വരുന്നു എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നതിന് യുക്തി. ഇപ്പോൾ കെ മുരളീധരൻ പറയുന്നത് ഒരു വാദത്തിന് മറുപടി എന്ന നിലയ്ക്കല്ലാതെ അത് വലിയ കഥയുള്ള കാര്യമല്ല ആ പറഞ്ഞത്. ഏത് പ്രതിയുടെ ദൗർബല്യം എന്നൊക്കെ അജ്മൽ ഹാഷ്മി പറഞ്ഞതുപോലെയാണ്. കാരണം ഈ പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഈ സന്നിധാനത്തുണ്ടായിരുന്ന ദ്വാരപാലക ശില്പപാളികളും അതോടൊപ്പം തന്നെ അവിടുത്തെ വാതിൽ പാളികളുമൊക്കെ കൊണ്ടുപോയി ഏത് സ്ഥാപനത്തിൽ കൊണ്ടുപോയാണോ അതിന്റെ സ്വർണം ഉരുക്കി മാറ്റിയത് എന്ന് പ്രതിസ്ഥാനത്ത് ശക്തമായി പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDF പ്രതിസ്ഥാനത്ത് നിർത്തിയ അതേ സ്ഥാപനത്തിന്റെ തന്നെ അഡ്വക്കേറ്റിനെ ഇപ്പോ ഈ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ഗവൺമെന്റ് സ്പെഷ്യൽ പ്ലീഡറായി നിയമിക്കുന്നു എന്ന് പറയുന്നത് വലിയ വൈരുദ്ധ്യം തന്നെയാണ്. അതിൽ ഇന്ന് രാവിലെയാണ് ഇങ്ങനെ നിയമിച്ചുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനെ പൂർണ്ണമായി ഇപ്പോൾ ഹാഷ്മി പറഞ്ഞതുപോലെ ന്യായീകരിക്കുന്ന, അതിന് എല്ലാ തരത്തിലും പൂർണ്ണ പിന്തുണ നൽകുന്ന പ്രതികരണമാണ് ദേവസ്വം മന്ത്രി കെ മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം ആ വിഷയത്തിൽ ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ പറയുന്നത് അത് മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരമായി തന്നെ നമുക്ക് കണ്ടാൽ മതി എന്നാണ്. അതോടൊപ്പം തന്നെ അതിൽ താൻ ഇടപെടില്ല എന്ന് കൂടി പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിയുടെ ദൗർബല്യം അറിയുന്ന ഒരാൾ അഭിഭാഷകനായി വരുന്നത് നല്ലതല്ലേ എന്ന് ചോദിക്കുമ്പോഴും ഇതേ പ്രതിയെ തന്നെ, അതായത് സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEOയെ ഈ വിഷയത്തിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വൈരുദ്ധ്യം കൂടി അവിടെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇദ്ദേഹത്തെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. ഏതായാലും അതിൽ മുഖ്യമന്ത്രിയുടെ വിവേചനാധികാരം എന്ന് പറയുമ്പോഴും മുരളീധരൻ അതിനെ ന്യായീകരിക്കുമ്പോഴും പൊതുസമൂഹത്തിന്റെ മുമ്പിൽ എത്രമാത്രം സർക്കാർ പ്രതിപക്ഷത്തിരുന്നപ്പോൾ UDF അതിനെതിരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നുവെന്നും അതോടൊപ്പം തന്നെ ഈ ഇതിൽ മുഖ്യപ്രതിയായിട്ടുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതോടൊപ്പം തന്നെ ഇപ്പോൾ നിയമനം നടത്തിയിട്ടുള്ള ഈ അഡ്വക്കേറ്റ് KB പ്രദീപ് അയാൾ പ്രവർത്തിച്ചിരുന്ന കമ്പനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുമൊക്കെ പൊതുസമൂഹത്തിൽ വലിയ ചർച്ചകൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ തന്നെ അദ്ദേഹത്തെ ഈ പറയുന്ന ഈ സ്വർണ്ണക്കൊള്ള തെളിയിക്കാൻ ബാധ്യസ്ഥരായി നിലനിൽക്കുന്ന അതേ സ്ഥാപനത്തിന്റെ അഡ്വക്കേറ്റായി കൊണ്ടുവരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് സമൂഹത്തിൽ നിന്ന് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടവരുമെന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ കെ മുരളീധരന്റെ പ്രതികരണം. സാധാരണഗതിയിൽ ദേവസ്വം വകുപ്പിന് സീനിയർ ഗവൺമെന്റ് ലീഡർ മാത്രമേ ഉണ്ടാവാറുള്ളൂ. ഇതിലിപ്പോ പ്രത്യേക പദവിയിൽ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറായി നേരത്തെ പറയുന്നത് പോലെ അത് ആരോപണം മാത്രമായിരുന്നില്ല. ഈ പറയുന്ന രീതിയിൽ 2019 സ്വർണം പൂശി അവർ എപ്പോഴും സംശയമുനയിലുണ്ട്. അവരുടെ പ്രതികരണങ്ങൾ മാറ്റി മാറ്റി പറഞ്ഞ പ്രതികരണങ്ങളിലൊക്കെ സംശയമുന എപ്പോഴും നീണ്ടു നിന്നതാണ്. പ്രത്യേകമായി തന്നെ അന്വേഷിക്കേണ്ട ഒരു ടീമാണ് സ്മാർട്ട് ക്രിയേഷൻസ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന, അവർക്ക് വേണ്ടി ആഞ്ഞു വാദിച്ചിരുന്ന അഭിഭാഷകൻ ഇല്ലാത്തൊരു പദവിയിലേക്ക് ഒരു പുത്തൻ പദവി ഉണ്ടാക്കി അങ്ങോട്ടേക്ക് വരുന്നു എന്ന് പറയുന്നത് മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടതാണ്. അജ്മൽ ദുറാർ. തീർച്ചയായും ഹാഷ്മി. കാരണം ഈ ദേവസ്വം വകുപ്പിനെ ഇപ്പോൾ ഹാഷ്മി സൂചിപ്പിച്ച പോലെ ഇതുവരെ ഉണ്ടായിരുന്ന ഒരു സീനിയർ ഗവൺമെന്റ് പ്ലീഡർ തസ്തിക മാത്രമാണ്. അപ്പോൾ ആ ഒരു തസ്തികയ്ക്കും അപ്പുറത്തേക്ക് ഒരു സ്പെഷ്യൽ ഗവൺമെന്റ് പ്ലീഡർ എന്നൊരു പുതിയ തസ്തിക ഉണ്ടാക്കി അത് ഹൈക്കോടതിയിൽ സർക്കാരിന്റെ ദേവസ്വം വകുപ്പിന്റെ പക്ഷം നിന്ന് പറയേണ്ട, അവരുടെ ഭാഗം പറയേണ്ട ഒരു അഭിഭാഷകനായി ഈ പറയുന്ന പ്രതിസ്ഥാനത്തുള്ള കമ്പനിയുടെ അഭിഭാഷകനെ തന്നെ നിയമിക്കുക എന്ന് പറയുന്നത് വലിയ തരത്തിലുള്ള വൈരുദ്ധ്യം തന്നെയാണ്. അത് വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഇപ്പോൾ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ യഥാർത്ഥത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ, നേരത്തെ മുൻ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനെതിരെ ശക്തമായ സഭയ്ക്കുള്ളിലും പുറത്തും ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് സ്വർണ്ണക്കൊള്ള നടത്തിയതിൽ വലിയ പങ്ക് അന്നത്തെ മുൻ ദേവസ്വം മന്ത്രിക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് മുന്നിൽ നിന്നത് യഥാർത്ഥത്തിൽ ഈ പ്രതിപക്ഷ നേതാവും ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള VD സതീശനായിരുന്നു. ആ സാഹചര്യത്തിലൊക്കെ സ്വർണ്ണക്കൊള്ളയെ ശക്തിയുക്തം എതിർക്കുന്നു. അതോടൊപ്പം തന്നെ പ്രതിസ്ഥാനത്തുള്ളവരും സർക്കാരും തമ്മിലുള്ള ബന്ധത്തെ ഇവർ ശക്തിയുക്തം എതിർക്കുന്നു. അങ്ങനെ ഒരു ബന്ധമുണ്ട് എന്ന് ആരോപിക്കുന്നു. അതിനെപ്പറ്റിയുള്ള കോടതി വ്യവഹാരങ്ങൾ ഇപ്പോഴും തുടരുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ
സാഹചര്യത്തിൽ അതേ സ്ഥാപനത്തിന് വേണ്ടി വാദിച്ചുകൊണ്ടിരുന്ന, അതേ സ്ഥാപനത്തിന്റെ വീഴ്ചകളിൽ പങ്കാളിയായിട്ടുണ്ടായിരുന്ന, അതേ സ്ഥാപനത്തിന്റെ സിഇഒയുടെ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി കോടതിയിൽ പോയിരുന്ന ഒരാൾ തന്നെ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയെ പുറത്തു സ്വർണം ചെമ്പായ യാത്ര സ്മാർട്ട് ക്രിയേഷൻസിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ സ്മാർട്ട് ക്രിയേഷന്റെ അഭിഭാഷകന് ആ കൊള്ളയെ പങ്കുണ്ടെന്ന് പറയുന്നില്ല. പക്ഷേ ആ കൊള്ളയിൽ പ്രതിസ്ഥാനത്തുള്ള ആ സ്ഥാപനത്തിന് വേണ്ടി വാദിച്ചിരുന്ന ആൾ അതേ വകുപ്പിൽ എന്ന് പറഞ്ഞാൽ മറ്റേത് വകുപ്പല്ല, ദേവസ്വം വകുപ്പിന് തന്നെ സ്പെഷ്യൽ ഗവൺമെന്റ് ലീഡറായി വരുന്നു എന്ന് പറയുന്നത് ഉത്തരം പറയേണ്ട കാര്യമാണ്. അതിപ്പോൾ നേരത്തെ കേമുള്ളതിനോട് ചോദിച്ചാൽ പ്രതിയുടെ ദൗർബല്യം അറിയുന്ന ആൾ അഭിഭാഷകനായി ഒരു നല്ലതല്ലേ എന്നത് വലിയ കഥയുള്ള വാദമല്ല. ഒരു ചോദ്യത്തിനുള്ള ജസ്റ്റ് ഒരു മറുപടി എന്നതിൽ കണ്ടാൽ മതി. പക്ഷേ അതിൽ മുഖ്യമന്ത്രി അതിൽ കൃത്യമായി ഉത്തരം പറയേണ്ടതുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.